കുളത്തിലോ മറ്റോ ഒരു ശവശരീരം കണ്ടുകിട്ടിയാൽ പോലീസിന്റെ മുന്നിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഇയാൾ മുങ്ങി മരിച്ചതാണോ അതോ മരിച്ചതിന് ശേഷം ശവശരീരം കുളത്തിലിട്ടതാണോ എന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ പോലീസിനെ സഹായിക്കുന്ന ഒരു ജീവിയാണ് ആൽഗ. ആദ്യം ചില വസ്തുതകൾ. മരണശേഷം തൊണ്ടയിലെ പേശികൾ അയയുന്നത് കാരണം അന്നനാളവും ശ്വാസനാളവും അടഞ്ഞുപോകും. എന്നുവെച്ചാൽ മരണശേഷം ശരീരം വെള്ളത്തിലിട്ടാൽ ശ്വാസകോശങ്ങൾക്കകത്തേക്ക് വെള്ളം കടക്കുക സാധ്യമല്ല. പക്ഷേ വെള്ളത്തിൽ മുങ്ങിയാണ് മരിക്കുന്നതെങ്കിൽ മുങ്ങി മരിക്കുന്നതിന് മുൻപേ ഉള്ള വെപ്രാളത്തിൽ ആളുടെ ശ്വാസകോശത്തിലേക്ക് വെള്ളം കടക്കും. ഇങ്ങനെ വെള്ളം കയറിയാൽ വെള്ളത്തോടൊപ്പം ജലജീവികളായ ഡൈറ്റം ആൽഗകളും ശ്വാസകോശത്തിൽ കയറും. തീരെ ചെറുതായത് കാരണം ശ്വാസകോശത്തിൽ നിന്നും രക്തത്തിലെത്തും. രക്തം വഴി മറ്റ് ശരീര അവയവങ്ങളിലേക്കും ഈ ആൽഗ എത്തും. വെള്ളം ശ്വാസകോശത്തിൽ കയറുന്ന സമയത്ത് ആൾക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ ശ്വാസമെടുക്കലും കൂടെ ആൽഗ കയറലും അത് രക്തത്തിൽ കയറലും ജീവനുള്ള ശരീരത്തിന്റെ പ്രവർത്തനമായ രക്തചംക്രമണവും വഴി ആൽഗ ശരീര അവയവങ്ങളിൽ എത്തി ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. വെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹത്തിന്റെ തലച്ചോർ, മജ്ജ എന്നിവിടങ്ങളിൽ സൂക്ഷ്മ പരിശോധനയിൽ ഈ ആൽഗയെ കണ്ടെത്തിയാൽ അയാളുടെ മരണകാരണം മുങ്ങിമരിച്ചത് തന്നെ ആണെന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. അത്ര പെട്ടെന്ന് ദ്രവിക്കാത്ത സിലിക്ക കൊണ്ടുള്ള ഒരു ബാഹ്യ ആവരണവും ഡൈറ്റം ആൽഗകളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസങ്ങൾ വരെ വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞു തുടങ്ങിയ ശരീരത്തിൽ നിന്നുവരെ തെളിവ് കണ്ടെത്താം എന്നതാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം.